കൽക്കി സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ദീപിക പദുക്കോൺ ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ദീപിക സിനിമയിൽ നിന്ന് പിന്മാറാൻ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കൽക്കി രണ്ടാം ഭാഗത്തിൽ ഇനി സുമതിയായി ദീപികയില്ല. നെട്ടലോടെയല്ലാതെ സിനിമാ ലോകത്തിന് ഈ വാർത്ത കേൾക്കാൻ സാധിക്കില്ല. കാരണം കൽക്കി എന്ന സിനിമ കംപ്ലീറ്റ് ആകുന്നത് ദീപിക എന്ന നടിയിലൂടെ മാത്രമാണ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നടി ദീപിക പദുക്കോൺ ഉണ്ടാകില്ലെന്ന് നിർമ്മാതാക്കൾ തന്നെയാണ് അറിയിച്ചത്. അതെ, വൈജയന്തി മൂവീസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കൽക്കിയുടെ ആദ്യ ഭാഗത്തിൽ സുമതി എന്ന കഥാപാത്രമായാണ് ദീപിക എത്തിയത്. 2024 ജൂൺ 27 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയതിൽ ഏറ്റവും വലിയ വിജയമായി ചിത്രം മാറുന്ന കാഴ്ചയും നാം കണ്ടു. 600 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച് ആഗോളതലത്തിൽ തന്നെ അത്ഭുതമായൊരു സ്കോർ ചിത്രത്തിന് നേടാൻ സാധിച്ചു. അതെ, 1200 കോടി രൂപയിലധികം അന്ന് ചിത്രം സ്വന്തമാക്കി. മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദുൽഖർ സൽമാൻ, ശോഭന, ദിഷ പഠാനി, അന്നാഭൻ എന്നിവരുൾപ്പെടെ വലിയൊരു താരനിര തന്നെയുണ്ട്. പ്രഭാസിനെ മുൻനിർത്തി വന്ന ചിത്രമാണെങ്കിൽ പോലും ദീപികയ്ക്കാണ് പകരം വെക്കാത്ത റോൾ നൽകിയിരുന്നത്. ഇപ്പോഴിതാ ഈ വാർത്ത വന്നതിന് പിന്നാലെ ദീപികയ്ക്ക് പകരം ആരാണ് ഈ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. 2027 ചിത്രത്തിന്റെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരും. ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ് ഏറെ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ ദീപിക പദുക്കോൺ ഉണ്ടാവില്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കൽക്കി പോലെയൊരു സിനിമ വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് അർഹിക്കുന്നുണ്ടെന്നും ഇരുവരും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം ആരാധകരോട് പങ്കുവെക്കുന്നതുമെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. അതേസമയം കോടികൾ കൊയ്ത് വൻ വിജയം നേടിയ സിനിമയിൽ നിന്ന് ദീപികയെ പോലുള്ളൊരു താരം പിന്മാറിയത് തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതുകൊണ്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. നേരത്തെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ദിവസം 6 മണിക്കൂർ ജോലി സമയം, ചിത്രത്തിന്റെ ലാഭവിഹിതം, ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക അന്ന് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതേ ചൊല്ലുണ്ടായ തർക്കങ്ങളും വാർത്തകളിൽ നിറഞ്ഞു. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത ആരാധകർക്കിടയിലും നിരാശ പടർത്തുന്നുണ്ട്. കാരണം കൽക്കിയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രമായാണ് ദീപിക എത്തിയത്. അതുകൊണ്ട് തന്നെ ദീപികയില്ലാതെ രണ്ടാം ഭാഗം എങ്ങനെ പൂർത്തിയാകുമെന്ന ആശങ്കയും ഒരു വിഭാഗം ആരാധകർ പങ്കുവയ്ക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.